നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി. കേരളത്തിലെ പശുക്കളിൽ ഈ അടുത്ത കാലത്തായി വ്യാപകമായി കണ്ടുവരുന്ന ഒരു സാംക്രമിക രോഗമാണ് തൈലേറിയോസിസ് എന്ന് പറയുന്നത്. തൈലേറിയോസിസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന സൂക്ഷ്മാണുക്കളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ജനസിൽപ്പെട്ട പശുക്കൾക്ക് മറ്റ് വിദേശ ജനസിൽപ്പെട്ട പശുക്കളേക്കാൾ ഈ രോഗത്തിനെതിരെ പ്രതിരോധശേഷി ഉണ്ടായിരിക്കുന്നതാണ്. പശുക്കളുടെ ശരീരം ക്ഷയിക്കുന്നതിനും ഉൽപ്പാദന മികവും പ്രത്യുൽപാദനക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമെല്ലാം കുറയുന്നതിനും അകാല മരണത്തിനും കാരണമാകുന്ന തൈലേറി എന്ന രോഗം ഇന്ന് ക്ഷീരമേഖലയ്ക്ക് വൻ വെല്ലുവിളിയായി തീർന്നിട്ടുണ്ട്. പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന തൈലേറിയ ഒരു ഏകകോശ പരാദജീവിയാണ്. രോഗകാരികളായ നിരവധി ഉപവിഭാഗങ്ങൾ തൈലേറിയക്കുണ്ടെങ്കിലും തൈലേറിയ ഓറിയന്റാലിസ്, തൈലേറിയ അനുലേറ്റം എന്നീ ഇനങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് കേരളത്തിലെ പശുക്കളിൽ കൂടുതലായി കാണപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളെ ഗുരുതരമായി ബാധിക്കുന്ന ഓറിയന്റൽ തൈലേറിയോസിസ് ആണ് വ്യാപകമായി കാണപ്പെടുന്നത്. രക്തം ആഹാരമാക്കുന്ന ബാഹ്യപരാദങ്ങളിൽപ്പെട്ട പട്ടുണ്ണികളാണ് പശുക്കളിലേക്ക് രോഗം പടർത്തുന്നത്. പട്ടുണ്ണികൾ രക്തമൂറ്റി കുടിക്കുമ്പോൾ അവയുടെ ഉമിനീർ വഴി പശുക്കളുടെ ശരീരത്തിലേക്ക് എത്തുന്ന രോഗാണുക്കൾ ചുവന്ന രക്തകോശങ്ങളെയും വെളുത്ത രക്തകോശങ്ങളെയും ഗുരുതരമായി ആക്രമിക്കുന്നു. ക്രമേണ കരൾ, വൃക്ക തുടങ്ങിയ വിവിധ അവയവങ്ങളിലേക്ക് കടന്നു കയറുകയും അവയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. രക്തകോശങ്ങളുടെ നാശം പശുക്കളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധശേഷിയെ നശിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. കിടാക്കളെ മുതൽ ഏത് പ്രായത്തിലുള്ള പശുക്കളെ വരെയും ഈ രോഗം മാരകമായി ബാധിക്കുന്നു. ശരീരസമ്മർദ്ദം ഏറുന്നതിനാൽ വേനൽക്കാലത്തും മഴക്കാലത്തും പ്രസവത്തോടനുബന്ധിച്ചും ദീർഘദൂരം യാത്ര ചെയ്തും കൊണ്ടുവരുന്ന പശുക്കളിൽ ഈ രോഗത്തിനുള്ള സാധ്യത ഏറെയാണ്. പശുക്കളുടെ ശരീരത്തിൽ അവയുടെ സ്വാഭാവിക പ്രതിരോധശേഷി കാരണം നിഷ്ക്രിയരായി കഴിയുന്ന തൈലേറിയ രോഗാണുക്കൾ ഈ അവസരത്തിൽ പെറ്റുപെരുകുന്നതാണ് രോഗത്തിന് കാരണമായി തീരുന്നത്. പശുക്കളിൽ മാത്രമല്ല, ആടുകളിലും എരുമകളിലുമെല്ലാം രോഗസാധ്യത ഏറെയാണ്. രോഗവ്യാപനം എന്തുകൊണ്ടാണ് എന്ന് നമുക്കിനി നോക്കാം. മതിയായ ആരോഗ്യ പരിശോധനകളില്ലാതെ കന്നുകാലികളുടെ അന്യസംസ്ഥാനത്തു നിന്നുമുള്ള ഇറക്കുമതി, രോഗവാഹികളായ പശുക്കളുടെയും രോഗം പരത്തുന്ന പട്ടുണ്ണികളുടെയും വർധനവ്, ഉൽപാദനശേഷി കൂടിയ സങ്കരയിനം പശുക്കളുടെ കുറഞ്ഞ പ്രതിരോധശേഷി, മതിയായ പോഷകാഹാരങ്ങളുടെ കുറവ് തുടങ്ങി വിവിധ കാരണങ്ങൾ രോഗനിരക്ക് ഉയരുന്നതിന് കാരണമാകുന്നു. തൈലേറിയയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ശക്തമായിട്ടുള്ള പനി, ലിംബ് ഗ്രന്ഥികളുടെ വീക്കം, തീറ്റയോടുള്ള മടുപ്പ്, പാലുൽപാദനം കുറയൽ, കൈകാലുകളുടെ മുടന്തം, നടക്കാനുള്ള മടി, വരണ്ട ത്വക്ക്, വയറിളക്കം, വായിൽ നിന്നും ഉമിനീർ പുറത്തേക്കൊലിക്കുക, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും നീരൊലിപ്പുണ്ടാകുക, ശ്വസന തടസ്സം അനുഭവപ്പെടുക, ചുമ എന്നിവയാണ് ആരംഭ ലക്ഷണങ്ങൾ. തുടർന്ന് മഞ്ഞപ്പിത്തം, വിളർച്ച, രക്തവും കഫവും കലർന്ന ചാണകം, കട്ടൻകാപ്പി നിറത്തിലുള്ള മൂത്രം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവും. ക്രമേണ പശുക്കൾ തളർന്ന് കിടപ്പിലാവുകയും മഞ്ഞപ്പിത്തം, ശ്വാസതടസ്സം എന്നിവ മൂർച്ഛിച്ച് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. തൈലേറിയ ബാധിച്ച ഗർഭിണി പശുക്കളിൽ പ്രസവത്തോടനുബന്ധിച്ച് രോഗം മൂർച്ഛിക്കുകയും തുടർന്ന് പ്രസവത്തിന് ശേഷം അവ വീണുപോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണി പശുക്കളിൽ പ്രസവം അലസാനുള്ള സാധ്യതയും ഏറെയാണ്. രോഗം സംശയിച്ചാൽ ഉടനടി തന്നെ ഒരു വെറ്ററിനറി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി ചികിത്സ ആരംഭിക്കേണ്ടതാണ്. രോഗാണുക്കളുടെ തീവ്രത അറിയുന്നതിനും ചികിത്സാക്രമം നിശ്ചയിക്കുന്നതിനും രക്തപരിശോധന അത്യാവശ്യമാണ്. അനാപ്ലാസ്മോസിസ്, ബബീസിയോസിസ്, ട്രിപ്പണോസോമിയാസിസ് തുടങ്ങി സമാന രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന അസുഖങ്ങളിൽ നിന്നും തൈലേറിയ നമ്മൾ വേർതിരിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ആൻറ്റിപ്രോട്ടോസോവൽ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ നൽകുന്നത് രോഗം എളുപ്പത്തിൽ ഭേദമാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധശക്തി വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന കരൾ സംരക്ഷണ ഉത്തേജക മരുന്നുകളും പ്രോബയോട്ടിക്കുകളും അയൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ധാതുലവണ മിശ്രിതങ്ങൾ നൽകുന്നതും പശുക്കളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്നു. രോഗം ഭേദമായി 3 ആഴ്ചകൾക്ക് ശേഷം രക്തപരിശോധന നടത്തി രക്തത്തിൽ അണുക്കളില്ലെന്ന് ഉറപ്പുവരുത്തണം. തൈലേറിയക്കെതിരെയുള്ള വാക്സിൻ ലഭ്യമാണെങ്കിലും കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന തൈലേറിയ അനുലേറ്റ എന്ന രോഗാണുവിനെതിരെയുള്ള ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ടിട്ടില്ല. ആയതിനാൽ തന്നെ രോഗാണുക്കളെ പരത്തുന്ന പട്ടുണ്ണികളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഇതിനായി പട്ടുണ്ണി നാശിനികൾ കൃത്യമായ അളവിൽ, കൃത്യമായ ഇടവേളകളിൽ പശുക്കളുടെ ശരീരത്തിലും തൊഴുത്തിലും പരിസരത്തും പ്രയോഗിക്കണം. ഒരു തവണ ഉപയോഗിച്ച പട്ടുണ്ണി നാശിനി വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി പട്ടുണ്ണികൾക്ക് ഈ മരുന്നിനെതിരെയുള്ള പ്രതിരോധശേഷി ഉണ്ടാവുന്നതിന് കാരണമാകുന്നു.
തീവ്ര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ നിശബ്ദ രൂപത്തിൽ അഥവാ ക്യാരിയറായിട്ടും തൈലേറിയ എന്ന രോഗാണുക്കൾ പശുക്കളുടെ ശരീരത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ഇത് ക്രമേണ പ്രത്യുൽപാദനക്ഷമതയും ഉൽപാദന മികവിനെയും ബാധിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള പശുക്കളിലേക്ക് രോഗം പടരുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ക്യാരിയറായിട്ടുള്ള പശുക്കളിൽ അവയുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ രോഗം മൂർച്ഛിക്കുകയും ചെയ്യുന്നു. മതിലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുക, പ്രസവത്തിന് ശേഷമുള്ള മതി വൈകുക, തുടർച്ചയായിട്ടുള്ള ബീജദാനത്തിന് ശേഷവും ചെന പിടിക്കാതിരിക്കുക, വന്ധ്യത, പാലിൻ്റെ കൊഴുപ്പ് കുറയുക, ശരീരം മെലിയുക എന്നിവയെല്ലാം തൈലേറിയയുടെ ലക്ഷണങ്ങളാകാം. ഇത്തരത്തിൽ ക്യാരിയറായിട്ടുള്ള പശുക്കളെ തിരിച്ചറിയുന്നതിനായി രക്തപരിശോധന നടത്തുന്നത് വഴി നമുക്ക് രോഗബാധയെ നിയന്ത്രിക്കാൻ സാധിക്കും. ഫാമുകളിലേക്ക് പുതുതായി പശുക്കളെ കൊണ്ടുവരുമ്പോൾ അവയെ കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തപരിശോധന നടത്തി രക്തത്തിൽ അണുക്കളില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മറ്റുള്ള പശുക്കൾക്കൊപ്പം അവയെ നിർത്തുക. രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്ന പക്ഷം ഉടനടി തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. പട്ടുണികൾ വഴി മാത്രമല്ല, ഉപയോഗിച്ച സൂചിയായാലും സിറിഞ്ചായാലും ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കാതെ മറ്റുള്ള പശുക്കളിൽ ഉപയോഗിക്കുന്നത് വഴി തൈലേറിയ പോലുള്ള രക്തപരാധങ്ങൾ മറ്റുള്ള പശുക്കളിലേക്ക് പടരാൻ സാധ്യത ഏറെയാണ്. ആയതിനാൽ തന്നെ സൂചിയായാലും സിറിഞ്ചായാലും കൃത്യമായി അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പശുക്കളെ തൈലേറി എന്ന അസുഖത്തിൽ നിന്നും രക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.